Dear friends, today we have to discuss about the polarization of ions. Polarization of ions. This is actually used for predicting percentage covalent character in ionic bond. During our discussion about ionic bond, we have stated some condition favoring the ionic bond. Electronegativity difference should be greater than 1.7 and number of electrons should be like this and like this. And there we have discussed three energy parameters too. Energy parameters too, to predict whether the bond is ionic or not. For s block elements, we are actually expecting ionic bond because of their high electropositivity or low electronegativity. But in many cases, the expected ionic bond changes to covalent character. So we have to make a calculation what percentage of covalent character is present in ionic bond. Such calculation is actually done by Fajan's rule, which actually explains polarization. Fajan's rule. ഇനി എന്താണ് പോളറൈസേഷൻ എന്ന് നോക്കാം. ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ നമുക്ക് രണ്ട് പേര് വേണം, ഒരു കാറ്റയോണും ഒരു ആനയോണും. പാരൻ്റ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിൻ്റെ പേരാണ് കാറ്റയോൺ. പാരൻ്റ് ആറ്റത്തിലേക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെഗറ്റീവ് അയോണിൻ്റെ പേരാണ് ആനയോൺ. അതായത് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒഴിവാക്കിയാൽ Na+ഉം ക്ലോറിനിൽ നിന്ന് ക്ലോറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ കിട്ടുന്ന Cl- പോലെ കാറ്റയോൺ ആൻഡ് ആനയോൺ എക്സാമ്പിളാണ്. ഒരു കാറ്റയോൺ ഒരു ആനയോണിനെ കണ്ടുമുട്ടുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് അയോണിക് ബോണ്ടാണ്. Suppose you have two atoms A and B. At the first sight itself, they become attracted to each other. അങ്ങനെ എയും ബിയും തമ്മിൽ ഒരു കണ്ടീഷനിലെത്തി എ എന്ന ആറ്റം ബി എന്ന ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എ എന്താകാൻ റെഡിയാണ്? A+ ആകാൻ റെഡിയാണ്. ബി എന്താവാൻ റെഡിയാണ്? B- ആവാനും റെഡിയാണ്. അങ്ങനെ അവർക്ക് അയോണിക് ബോണ്ട് ഫോം ചെയ്യാം. ഇതാണ് അവർ തമ്മിലുള്ള ധാരണ അല്ലെങ്കിൽ കണ്ടീഷൻ. പക്ഷേ A+ഉം B- ചേർന്ന് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സമയത്ത് A+ന് തോന്നുകയാണ് ഞാൻ ആ ഇലക്ട്രോൺ കൊടുത്തത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അതായത് A+ എന്ന് പറയുന്ന ഈ കാറ്റയോൺ B- എന്ന് പറയുന്ന ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ അട്രാക്റ്റ് ചെയ്താൽ ഈ ഇലക്ട്രോൺ ക്ലൗഡ് സ്വാഭാവികമായും A+-നടുത്തേക്ക് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടാം. ഡിസ്റ്റോർട്ട് ചെയ്താൽ ഈ എൻഡിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി ഒരു നെഗറ്റീവ് ചാർജും ഈ എൻഡിൽ ഓൾറെഡി B- ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും വരും. അങ്ങനെ ഈ ആനയോൺ പോളറൈസ്ഡായി. ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജും മറ്റൊരു എൻഡിൽ നെഗറ്റീവ് ചാർജും, അതായത് പോളറൈസ്ഡായി. കാറ്റയോണിന് ആനയോണുകളെ ഇത്തരത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്ത്
പോളറൈസ് ചെയ്യാനുള്ള കഴിവിൻ്റെ പേരാണ് കാറ്റയോണിൻ്റെ പോളറൈസിങ് പവർ. കാറ്റയോണിൻ്റെ പോളറൈസിങ് പവർ. എന്താണ് പോളറൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റയോണുകൾ നെഗറ്റീവ് ചാർജുള്ള ആനയോണുകളുടെ സിമ്മട്രിക് ഇലക്ട്രോൺ ക്ലൗഡുകളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ്. അതായത് ഈ A+ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ B- ഇലക്ട്രോൺ ക്ലൗഡ് സ്പെറിക്കലി സിമ്മട്രിക്കലായിരിക്കും. അത് എല്ലാ ആനയോണിനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് അത് ഇലക്ട്രോണിക്കലി സിമ്മട്രിക്കലാണ്. ഇനി ഈ കാറ്റയോൺ ഇയാളുടെ അടുത്തേക്ക് നീങ്ങി വരുന്ന സമയത്ത് കാറ്റയോണിൻ്റെ അട്രാക്ഷൻ്റെ ഫലമായി ഈ സിമ്മട്രി നഷ്ടപ്പെടുകയും അതൊരു ഭാഗത്തേക്ക് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഫിനോമിനൻ്റെ പേരാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ നടത്തുന്ന ആൾ ഈ കാറ്റയോണാണ്. അതിനുള്ള അയാളുടെ കഴിവാണ് പോളറൈസേഷൻ പവർ. പോളറൈസേഷന് വിധേയമാകുന്നത് ആനയോണാണ്. വിധേയനാകാനുള്ള ആനയോണിൻ്റെ കഴിവിൻ്റെ പേരാണ് പോളറൈസബിലിറ്റി. So far we have discussed 3 important terms: polarization, polarizing power and polarizability. Polarization is the phenomenon through which a cation can distort the symmetrical electron cloud of anion. That is the definition of polarization. Then how to define polarizing power? It is the ability of cation to distort symmetrical electron cloud of anion, or simply it is the power of cation to polarize anion. That is the simplest definition. Now third one is polarizability. It is the ability of anion to undergo polarization. Now we can start with Fajan's rule. But to apply conditions of Fajan's rule, you have to have an idea about polarizing power and polarizability of cation and anion respectively. Fajan's rule, statement 1: smaller the cation, higher will be the polarizing power. And greater will be the covalent character. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: പോളറൈസേഷൻ എന്ന പ്രതിഭാസത്തിന് വിധേയനായാൽ ബോണ്ട് അയോണിക് ആയിരിക്കുമോ അതോ കോവാലൻ്റ് ആകുമോ എന്നാണ്. എയും ബിയും തമ്മിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു കഥ നമ്മൾ പറഞ്ഞതാണ്. എയും ബിയും കണ്ടുമുട്ടിയ സമയത്ത് എ ബിക്ക് ഇലക്ട്രോൺ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അയോണിക് ബോണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും A+ ആയി മാറുകയും B- ആയി മാറുകയും പരസ്പരം അയോണിക് ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യാം എന്നതാണ് ധാരണ. ആ അയോണിക് ബോണ്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ കൊടുത്ത ഇലക്ട്രോൺ ബിയുടെ കയ്യിൽ തന്നെ തുടരണം. അപ്പോഴേ A+ ആയും B- ആയി നിൽക്കുന്നുള്ളൂ. അപ്പോഴേ അവിടെ അയോണിക് ബോണ്ട് ഉള്ളൂ. ഇവിടെ സംഭവിച്ചത് കൊടുത്ത ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഇയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ വലിച്ചെടുക്കുന്നു. ആര്? എ.
ആ ഇലക്ട്രോൺ B- കൂടെ നിന്നിരുന്നെങ്കിൽ അയോണിക് ബോണ്ട് ആകുമെന്നാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നാൽ സ്വാഭാവികമായും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയോണിക് ക്യാരക്ടറിൽ നിന്നുള്ള ഒരു ഡീവിയേഷനാണ്. എങ്ങോട്ട്? കോവാലൻറ്റ് ക്യാരക്ടറിലേക്ക്. അതായത് പോളറൈസേഷൻ ലീഡ്സ് ടു കോവാലൻറ്റ് ക്യാരക്ടർ ഓർ ഡിക്രീസ് ഇൻ അയോണിക് ക്യാരക്ടർ. പോളറൈസ്ഡ് ബോണ്ട്സ് ആർ ജനറലി കോവാലൻറ്റ് ഇൻ നേച്ചർ. ഇവിടെ എഴുതിയത് സ്മോളർ ദി കാറ്റയോൺ, കാറ്റയോൺ ചെറുതായാൽ ഹയർ വിൽ ബി ദി പോളറൈസിങ് പവർ ആൻഡ് ഗ്രേറ്റർ വിൽ ബി ദി കോവാലൻറ്റ് ക്യാരക്ടർ. സപ്പോസ് യു ഹാവ് എ സ്മോൾ കാറ്റയോൺ വിത്ത് 1 പോസിറ്റീവ് ചാർജ് ആൻഡ് ബിഗ് കാറ്റയോൺ വിത്ത് 1 പോസിറ്റീവ് ചാർജ് ആൻഡ് യു ഹാവ് ടു പോളറൈസ് ദിസ് ആനയോൺ. ഇതിലാരാണ് പെട്ടെന്ന് ഈ ആനയോണിനെ പോളറൈസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇയാളാണ്. കാരണം രണ്ടു പേർക്കും ചാർജ് സെയിം അല്ലേ. വലിപ്പം കുറയും തോറും ചാർജ് ഡെൻസിറ്റി കൂടും. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വോളിയം എന്നാണ്. ഇൻ ബോത്ത് കേസസ് ചാർജ് ഈസ് +1 ബട്ട് വോളിയം ഈസ് ഹൈ ഇൻ ദിസ് കേസ്. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചാർജ് ഡെൻസിറ്റി കുറയും. ചാർജ് ഡെൻസിറ്റി കുറഞ്ഞാൽ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ കുറയും. സ്മോളർ ദി സൈസ് ഓഫ് ദി കാറ്റയോൺ ഹയർ വിൽ ബി ദി ചാർജ് ഡെൻസിറ്റി, ദെൻ ഹയർ വിൽ ബി ദി പോളറൈസിങ് പവർ ഓർ ടെൻഡൻസി ടു അട്രാക്ട് ദി ഇലക്ട്രോൺ. അങ്ങനെ നന്നായി അട്രാക്റ്റ് ചെയ്താൽ ബോണ്ട് എന്താവും? കോവാലൻ്റ് ആവും. അപ്പോൾ കാറ്റയോൺ ചെറുതാകുന്തോറും ബോണ്ട് അയോണിക്കിൽ നിന്ന് കോവാലൻറ്റിലേക്ക് വരും എന്നാണ്. എക്സാമ്പിൾ: LiCl, NaCl, KCl. 3 പേർക്കും ഒരേ ചാർജാണ്. ലിഥിയം ഒരു ചെറിയ കാറ്റയോൺ, സോഡിയം കുറച്ചുകൂടി വലിയ കാറ്റയോൺ, പൊട്ടാഷ്യം അതിനേക്കാൾ വലിയ കാറ്റയോൺ. കാറ്റയോണിൻ്റെ വലിപ്പം കൂടുന്തോറും അയാൾക്ക് Cl- എന്ന ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കുറയുകയും അത് അയോണിക് ക്യാരക്ടറിലേക്ക് നീങ്ങുകയും ചെയ്യും. ലിഥിയത്തിന് സൈസ് കുറവായതുകൊണ്ട് അയാൾ Cl- പെട്ടെന്ന് പോളറൈസ് ചെയ്യും. അതുകൊണ്ട് LiCl ഒരു കോവാലൻ മോളിക്യൂളാണ്. NaCl അയോണിക്കാണ്. KCl അതിനേക്കാൾ അയോണിക്കാണ്. These are the examples for first statement of Ajahns rule. Second statement is the opposite and it is concerned with anion. Bigger the size of anion, bigger the size of anion, higher will be the polarizability, higher will be the polarizability and higher will be the covalent character. Higher will be the covalent character. You have to add that word, higher will be the covalent character. ഇത് ചെറിയൊരു ആനയാണ്, ഇത് അതിനേക്കാൾ വലിയ ആനയാണ്, ഇത് അതിലും വലിയ ആനയാണ്. ഇതിനടുത്തേക്ക് ഒരു കാറ്റയോൺ വരുന്നു A+, which has a size of this. ഈ കാറ്റയോൺ ഇതിനെ പോളറൈസ് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് ഇയാൾ പോളറൈസ് ചെയ്യാം, അതിനേക്കാൾ പെട്ടെന്ന് ഇയാൾ പോളറൈസ് ചെയ്യാം. കാരണം ആനയോണിൻ്റെ വലിപ്പം കൂടുന്തോറും ആനയോൺ നെഗറ്റീവ് ചാർജ് ആണെങ്കിലും സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് കാണുമല്ലോ. ഈ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോൺ ക്ലൗഡിന് മുകളിലുള്ള അട്രാക്ഷൻ താരതമ്യേന കുറയും. ആസ് ദി സൈസ് ഓഫ് ദി ആനയോൺ ഇൻക്രീസസ്, attractive force of nucleus on the electron cloud weakens. Attractive force if seems to be weak, that electron cloud can be easily attracted by the cation or polarized by the cation. അപ്പോൾ ആനയോൺ വലുതാകുന്തോറും അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീക്ക് അട്രാക്ഷൻ ആയിരിക്കും, അയാളെ പെട്ടെന്ന് പോളറൈസ് ചെയ്യാം. Bigger the size of anion, they can be easily polarized and higher will be the covalent character. Example: lithium fluoride, lithium chloride, lithium bromide, lithium iodide. Small anion, big anion, bigger anion and biggest anion. Lithium is a small cation, that is all right, and is same in 4 cases.
This small cation cannot polarize F minus because of its small size, so bond is ionic. Here polarization is possible, then covalent. Here it is more possible, more covalent. More polarizability, more covalent character. So covalent character increases down the group. LiF is ionic, LiCl is covalent, LiBr is again more covalent, LiI is most covalent. I am writing the order of ionic character. Ionic is LiF. This is less ionic. This is still less ionic. This is least ionic or more covalent. What is the third statement of Ajahns rule? As the charge increases, charge on cation increases, polarizing power increases. Then covalent character increases. When charge on the cation or anion increases, polarization increases. Then covalent character also increases. Example, Na plus, Mg2 plus, Al3 plus. As we move from left to right in periodic table, size decreases. So Na plus is big one, Mg2 plus is still less, Al3 plus is small in size. If we come to contact with Cl minus, here also Cl minus, here also Cl minus, Na plus cannot polarize Cl minus, but Mg2 plus polarized to some extent, Al3 plus polarized to greater extent. Higher polarization, then AlCl3 is covalent. Less polarization, then MgCl2 is partially covalent and partially ionic. In NaCl, there is no considerable polarization, so NaCl is purely ionic. As the charge increases, polarization increases, then covalent character also increases. That is the third one. Example, NaCl, MgCl2 and AlCl3. And fourth one. Consider two ions having approximately same charge and size. Same charge and size. The one with noble gas configuration will be ionic. Other with pseudo noble gas configuration will be covalent. ഒരേ ചാർജും ഒരേ സൈസുമുള്ള രണ്ട് അയോണുകളെ കൺസിഡർ ചെയ്താൽ സ്വാഭാവികമായും ചാർജ് ഡെൻസിറ്റി സെയിം ആവും. ചാർജ് ബൈ സൈസ്, അതാണ് ചാർജ് ഡെൻസിറ്റി. അതായത് ഒരേ ചാർജും ഒരേ സൈസുമുള്ള രണ്ട് അയോണുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരേ ചാർജ് ഡെൻസിറ്റി വരികയും അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നുകിൽ അയോണിക് ആവും, അതല്ല എങ്കിൽ രണ്ടുപേരും കോവാലൻ്റ് ആകും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഒരേ സൈസും ഒരേ ചാർജും വന്നാൽ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഒരേ സൈസും ഒരേ ചാർജുമാണെങ്കിലും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ആൾ അയോണിക്കിലേക്ക് നീങ്ങും, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ആൾ കോവാലനിലേക്ക് നീങ്ങും എന്നാണ്. എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് ആൻഡ് CuCl. Sodium has a configuration of 2-8-1. Copper has a configuration of 2-8-18-1. 29, this is 11. Here in NaCl it is Na plus, so you have to remove this one. Here it is Cu plus. So you have to remove it. So it is 2-8-18. Here in Na plus, valence shell configuration is 8. So it is noble gas configuration. All the noble gases except helium has 8 electrons in the valence shell. Neon 2-8. Argon it is 2-8-8. Krypton 2-8-18-8. So all the noble gases except helium
has 8 electrons in the valence shell. So if an ion has 8 electrons in the valence shell, we are considering it as noble gas configuration. But here in Cu plus it is 18. This is not a noble gas configuration, but 18 is the atomic number of a noble gas argon. So it is pseudo noble gas configuration. So the ion with the noble gas configuration Na plus form an ionic compound NaCl, while CuCl is covalent since it has pseudo noble gas configuration. It was the fourth statement of Fajans. By applying these four conditions, we can predict covalent character in ionic bond. So depending on the electronegativity, we can expect some compounds as ionic, but in actual practice they may not be ionic, they can have covalent character. So this kind of prediction is possible by the concept of polarization and Fajans rule. Thank you.